ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെയിമാണ് ഡീപ് സീക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീപ് സീക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ലിയാൻ വെൻഫെങ് 2023 ചൈനയിലൊരു ഗ്രാമത്തിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റാർട്ടപ്പാണ് ഇന്ന് ഡീപ് സീക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കൊച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലായിട്ടുള്ള ChatGPT, അതുപോലെ തന്നെ ജെമിനി, മെറ്റ, ഇതുപോലെയൊക്കെയുള്ള ഒരു ആപ്ലിക്കേഷൻ, ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാം, എങ്ങനെ നമ്മുടെ പണികൾ എളുപ്പമാക്കാം എന്നതാണ് ChatGPT പോലുള്ള ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാക്കുക. ഇപ്പോൾ ഒരു മെയിൽ അയക്കാനുള്ള കണ്ടൻറ്റുകളായാലും, അല്ലെങ്കിൽ ഒരു വെബ് ഡിസൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഒരാളോട് ഒരു ChatGPTയോട് ചോദിച്ചിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ പല ക്വസ്റ്റ്യൻസിനും ആൻസർ തന്നുകൊണ്ടിരിക്കുന്നത് ChatGPT ആണ്. അപ്പോൾ ഇതിനെല്ലാം വെല്ലാൻ വേണ്ടിയിട്ട് ഒരു ചൈനീസ് മോഡൽ വന്നിരിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചൈനീസ് മോഡൽ വന്നിരിക്കുകയാണ്. അതാണ് ഡീപ് സീക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡീപ് സീക്ക് വന്നതിന് മുതൽ ഇന്ന് വരെ വളരെയേറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് അത് റണ്ണ് ചെയ്യണമെങ്കിൽ NVIDIA പോലുള്ള ഹൈ എൻഡ് കോൺഫിഗറേഷനുള്ള സെർവറുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സാധനം റണ്ണാവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സിസ്റ്റത്തോട് ഹായ് എന്ന് പറയുന്ന സമയത്ത് ആ സിസ്റ്റം നമുക്ക് തിരിച്ച് ഹായ് പറയണമെങ്കിൽ അവിടെ കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകൾ നടക്കണമെങ്കിൽ ഹൈ എൻഡ് കോൺഫിഗറേഷനുള്ള സിസ്റ്റംസ് വേണം, പ്രോസസ്സർ വേണം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും NVIDIA ആണ്. ChatGPTൻ്റെ സെർവറുകളും ChatGPTൻ്റെ പ്രോസസ്സറുകളും റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ITBM ആയിട്ടുള്ള NVIDIA ആണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. NVIDIA വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനത്തെ NVIDIAൻ്റെ ഏകദേശം 600 ബില്യണോളം നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് ഡീപ് സീക്കിൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതുപോലെയുള്ള മെറ്റ AI, ജെമിനി, അതുപോലെ തന്നെ ChatGPT, ഇവർക്ക് എല്ലാവർക്കും ഒരു അന്തകൻ എന്ന രീതിയിലാണ് ഡീപ് സീക്ക് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എന്താണ് ഡീപ് സീക്ക്, എങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം എങ്ങനെ നമുക്ക് ഡീപ് സീക്കിൽ ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് പറയാം. ഡീപ് സീക്ക് ഇത്രത്തോളം പ്രത്യേകത കൂടുതൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ChatGPT പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ ഇയർലി ഏകദേശം $200 ഏകദേശം അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ മെറ്റ ആണെങ്കിലും മറ്റ് ജെമിനി ആണെങ്കിലും ഇതുപോലെ കോസ്റ്റ് വരുന്ന ഒന്നാണ്. ബട്ട് ഡീപ് സീക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് 100% എന്താണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സോഴ്സാണ്. അതായത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി AI യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനുകൾ ഇത് വെച്ച് ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ് കുറവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഡീപ് സീക്ക് AI എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിൻഡോ തന്നെ വരുന്നുണ്ട്, ഡീപ് സീക്ക് മോഡൽ ആൻഡ് പ്രൈസിങ്, ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് വരുന്നത്. ചൈനീസ് ബേസ്ഡുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓപ്പൺ സോഴ്സിൽ എല്ലാ ലാംഗ്വേജുകളെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊരു ബേസ് ചെയ്യുന്ന ചൈനീസ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു പേജ് കാണുമെങ്കിൽ സ്റ്റാർട്ട് നൗ, അതുപോലെ തന്നെ ഗെറ്റ് ഡീപ് സീക്ക് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു QR കോഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിന് ഈ ഒരു QR കോഡ് റീഡ് ചെയ്താൽ നമുക്ക് ഡീപ് സീക്കിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പിൾ ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആപ്പിളിൻ്റെ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത് റീസെൻ്റായിട്ട് ഈ ഒരു വൺ വീക്കായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണെന്ന് കാണുമ്പോൾ ഇത് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം പ്രോബ്ലം ChatGPTക്ക് ഉണ്ടായി എന്ന് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഒന്നെങ്കിൽ ഇമെയിൽ അഡ്രസ്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ കൊടുത്തിരിക്കും Gmail ID വെച്ചിട്ട് ഞാൻ നേരിട്ട് കയറുകയാണ്. അടുത്തൊരു പേജിൽ കാണിക്കുന്നുണ്ടാവും വെരിഫൈ യു ആർ ഹ്യൂമൻ ബൈ കംപ്ലീറ്റിംഗ് ആക്ഷൻ ബിലോ. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, വെരിഫിക്കേഷൻ സക്സസ് ആണ്. എൻ്റെ Gmail ID വെച്ചിട്ട് ഞാൻ നേരിട്ട് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന സമയത്ത് അടുത്തൊരു പേജ് വരികയാണ്. ChatGPT ഒക്കെ പോലെ തന്നെ ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ചെയ്തിട്ടിരുന്നു. അപ്പോൾ
ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെയിനായിട്ട് സൈഡ് മെനു, അതിൻ്റെ താഴെ തന്നെ ന്യൂ ചാറ്റ്. ഞാൻ ഇവിടെ ന്യൂ ചാറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ഡീപ് തിങ്ക് R1, ഇതാണ് ശരിക്കും ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് R1. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഡീപ്പ് തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് ഞാൻ കയറാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ് ഡീപ് സീക്കിനോട്. എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട, അതായത് ബെസ്റ്റ് സിറ്റിയിൽ, അതായത് ഇന്ത്യയിലുള്ള 20 ബെസ്റ്റ് സിറ്റികൾ മാപ്പിൽ എനിക്ക് എന്ത് ചെയ്യണം, പ്ലോട്ട് ചെയ്യണം. ഒപ്പം തന്നെ എനിക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ് സിറ്റി, അതിൻ്റെ റാങ്ക്, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് വിസിറ്റഡ് സിറ്റി 20 സിറ്റികളെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തത് എവിടെയാണ്, അതിൻ്റെ റാങ്ക് എന്താണ്, ആ സിറ്റീൻ്റെ നെയിം എന്താണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്തുപയോഗിച്ച് ചെയ്യണം? പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജും അതുപോലെ തന്നെ ഗൂഗിൾ കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസും വെച്ചിട്ട് എനിക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഡീപ് സീക്കിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഡീപ് സീക്ക് നമുക്ക് അതിനുള്ള ആൻസർ തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് തന്നെ ഇതിന് നമുക്ക് ആൻസർ തരും. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന സ്റ്റെപ്പുകൾ ചെയ്യാൻ പൈത്തൺ അല്ലെങ്കിൽ ഗൂഗിൾ കൊളാബ് ഓപ്പൺ ചെയ്തുകൊണ്ട് പൈത്തൺ നമുക്ക് എനേബിൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീപ് തിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിടത്തോളം മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ChatGPT യൂസ് ചെയ്യുന്ന സമയത്ത് തൊട്ട് മുമ്പ് കൊടുത്ത പല കാര്യങ്ങളും ChatGPT മറന്നു പോകുമായിരുന്നു. ബട്ട് ഡീപ് സീക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ അല്ലെങ്കിൽ വയനാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ പറ്റി ഞാൻ ചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ പിന്നീട് ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ചോദിക്കുന്ന സമയത്ത് പിന്നെയും നമ്മൾ ഈ മാർക്കറ്റും ഇന്നത്തെ ക്ലൈമറ്റുമായി ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഒരു ആൻസർ തരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള കാര്യങ്ങൾ ഗൂഗിൾ കൊളാബ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടാവും. ഗൂഗിൾ കൊളാബ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ്. ആ ഇൻ്റർഫേസ് വഴി നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നു ഡീപ് സീക്ക് തന്ന പോലെ തന്നെ എനിക്ക് ഫോളിയം പാണ്ടാസ് എന്ന് പറഞ്ഞ, അതായത് ഒരു പാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലൈബ്രറീൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഏകദേശം കമ്പ്യൂട്ടർ സയൻസ് ബേസിലുള്ളവർ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതല്ല നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കും തന്നെ AI ചെയ്യാം എന്ന രീതിയിൽ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലുകൾ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു പോകാറ്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ അവിടെ ഡീപ് സീക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ആ ഡീപ് സീക്ക് തന്ന പോലെ തന്നെ കാര്യങ്ങൾ ഞാനിവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം നമ്മൾ അവിടെ ഓരോ കാര്യങ്ങളെടുത്ത് ഇവിടെ ഇതാ പിപ്പ് ഇൻസ്റ്റാൾ ഫോളിയം പാണ്ട എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കൊളാബ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കൊളാബ് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു കൊടുത്തിരിക്കുന്ന കമാൻഡും റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ റൺ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർഫേസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മറ്റൊരു കോഡുണ്ട്. ആ കോഡും എനിക്ക് ഡീപ് സീക്ക് തന്നാണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നതിന് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. ഡീപ് സീക്ക് തന്നിരിക്കുന്ന അടുത്തൊരു പൈത്തണിൻ്റെ കുറച്ച് കോഡുകൾ ഞാനിവിടെ എൻട്രി ചെയ്യുകയാണ്. ആ എൻട്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, എന്താണ് ലൊക്കേഷൻ, എന്താണ് ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ലൊക്കേഷൻ ഓഫ് സിറ്റി, കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫയൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു HTML ഫയലായിട്ട് നമുക്കത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാൻ സിറ്റി മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ എനിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കുക, ആ HTML ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ബെസ്റ്റ് 20 സിറ്റീസ്, അതായത് വിസിറ്റ് ചെയ്ത വേൾഡിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്ത ഏറ്റവും നോക്കുക 20 സിറ്റികളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ആ 20 സിറ്റികളിലും അവരൊരു ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് റാങ്ക് എന്ന് പറഞ്ഞാൽ 18th റാങ്ക് നിൽക്കുന്നത് പൂനെ ഉണ്ട്, ഹൈദരാബാദ്, അതുപോലെ തന്നെ
ബാംഗ്ലൂർ 3-ാമതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കൊൽക്കത്ത 5th വന്നിട്ടുണ്ട്, വാരാണസി, അതുപോലെ തന്നെ ലക്നൗ, ആഗ്ര, ഡൽഹി, അതുപോലെ തന്നെ മുംബൈ ആണ് ഇതിൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എത്ര പേര് വിസിറ്റ് ചെയ്തു എന്നും കൂടി കാണിക്കുന്നുണ്ട്. സിറ്റി മുംബൈ ആണ്, റാങ്ക് 1 ആണ്, വിസിറ്റേഴ്സ് 118 മില്യൺ ആണ്. ഇനി പൂനെയിൽ നോക്കുകയാണെങ്കിൽ 7th റാങ്കാണ്, 8 മില്യൺ. ഇനി നമ്മുടെ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ 12th റാങ്കാണ്, ഏകദേശം 5.5 മില്യൺ ആൾക്കാരാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഡാറ്റ സെറ്റാണ് ഇവിടെ വ്യൂ ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് ഡീപ് സീക്ക് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തെ നമ്മൾ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വമ്പൻ സംഭവമാണ് എന്ത്, ഡീപ് സീക്ക്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്രീ വേർഷനാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫ്രീ വേർഷനിൽ തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാറ്റ് ജിപിടിക്ക് ഒരു അന്തകനായിട്ട് വരാനാണ് ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ചിലപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇതും തൊട്ടുമുമ്പ് പറഞ്ഞാണ്. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്യാം, മാപ്പ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ, ട്രബിൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലി ടൂറിസം ഡാറ്റ ഈ APIയിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഏരിയ തന്നെ അറിയാം, പലപ്പോഴും നമ്മൾ വീഡിയോ ഇടുന്ന സൈബർ സെക്യൂരിറ്റിയെ പറ്റി. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ആ ഡീപ് സീക്ക് തരുന്ന ആൻസറുകൾ നമുക്ക് നോക്കാം. ഡീപ് സീക്ക് തിങ്ക് ചെയ്യുന്നു. ഇപ്പോഴും ഇവർ ആ മറ്റുള്ള പ്ലോട്ടും കാര്യങ്ങളും വിട്ടിട്ടില്ല. ഇതിൻ്റെ അകത്ത് റീഡ് ചെയ്ത് നമുക്ക് മനസ്സിലാകും. ദേ ആർ വർക്കിംഗ് ഓൺ ദ പ്ലോട്ടിംഗ് സിറ്റീസ് ഇൻ ഇന്ത്യ ഇൻ പൈത്തൺ, ഫോളിയം, നവാർ ഷിഫ്റ്റഡ് ടു ദ സൈബർ സെക്യൂരിറ്റി. തൊട്ട് മുന്നേ പറയുന്നുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഇന്ന കാര്യമാണല്ലോ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യത്തേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച സൈബർ സെക്യൂരിറ്റിയാണ് ഇതിന് മുന്നേ പറഞ്ഞിരിക്കുന്ന പ്ലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റീൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഡിജിറ്റൽ വേൾഡിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രൊട്ടക്ഷൻ, സെൻസിറ്റീവ് ഡാറ്റ, ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് പ്രിവെൻഷൻ, അതുപോലെ തന്നെ പ്രൈവസി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ബിസിനസ് കണ്ടിന്യൂറ്റി എന്താണ്, നാഷണൽ സെക്യൂരിറ്റി, കംപ്ലൈൻസ്, റെഗുലേഷൻ, അതുപോലെ തന്നെ ത്രെറ്റ് ലാൻഡ്സ്കേപ്പ്, റിമോട്ട് വർക്ക് റിസ്ക് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് സൈബർ വാർഫെയർ, ഇനി ഓരോ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റിക്ക് പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് ആൻസറുകളാണ് ഒരു നിമിഷ നേരം കൊണ്ട് ഡീപ് സീക്ക് നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെ PPT ഉണ്ടാക്കാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ താങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമാറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അബി.